23-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്ക് വായിക്കാം. നല്ല എഴുത്തുകാരുള്ള ഒരു ചർച്ചാണിത്. അതിനൊന്നാം തരം തെളിവാണ് സംസാർ. ഈ ഒരു വാക്യം സ്കോളേഴ്സിൻ്റെ കയ്യിൽ എഴുതാൻ കൊടുത്താൽ 3 വലിയ തിസീസ് പുറത്തു വരും, പ്രബന്ധങ്ങൾ പുറത്തു വരും. ആ വാക്യം അത്ര ആഴമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ വാക്യം നിർത്തി വായിക്കാം. മൈക്കിലൂടെ ഒന്ന് നിർത്തി വായിക്കാമോ? മൈക്കിലൂടെ ഓരോ വാചകം നിർത്തി വായിച്ചാട്ട് മൈക്കിലൂടെ. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരു. നമ്പർ 1 നമുക്ക് ഒരുമിച്ചൊന്ന് പറയാതെ. ബൈബിളിൽ എത്ര യുഗങ്ങളുണ്ടെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും അല്ലേ? എത്ര യുഗങ്ങളാണ് ബൈബിളിലുള്ളത്? ഞാനിവിടെ നിൽക്കുന്നത് പ്ലാമൂഡ് AG ചർച്ചിലാണ്. തിരുവെഴുത്ത് പെയ്തിറങ്ങിയ ഒരു സൂപ്പർ ചർച്ചാണിത്. ആമേൻ. 7 യുഗങ്ങളാണ് നമ്മൾ പൊതുവെ പഠിപ്പിക്കുന്നത്. കാനൻ ഫോസ്റ്റാണ് 7 യുഗങ്ങളുടെ പേര് ആദ്യം കൊണ്ടുവന്നത്. അത് പുതുക്കിയത് C.I. സ്കോഫീൽഡാണ്. വീണ്ടും പുതുക്കിയത് ക്ലാരൻസ് ലാർക്കിനാണ്. യുഗങ്ങളുടെ പഠനം BC 4 മുതൽ പഠിക്കാൻ നമുക്ക് കഴിയും. അത്രയും ആഴത്തിൽ പഠിക്കേണ്ടതാണ്. പക്ഷെ ബൈബിളിൽ പേരെഴുതിയിട്ടുള്ള യുഗങ്ങൾ 5 ഉള്ളൂ. അതെല്ലാവരും അറിഞ്ഞിരിക്കണം. 5 യുഗങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. കൃത്യമായി നമുക്ക് പഠിക്കാം. വേഗമൊന്ന് വായിച്ചു പോകാൻ നിങ്ങൾ റെഫറൻസ് എഴുതിക്കോളൂ. ആവർത്തനം 4:32, റോമർ 5:14. ഒന്നാമത്തെ യുഗത്തിൻ്റെ പേര് നമ്മൾ കിട്ടും. എവിടെ മുതൽ എവിടെ നിന്ന് കിട്ടും? ഡ്യൂട്രോണമി ചാപ്റ്റർ 4:32, റോമൻസ് ചാപ്റ്റർ 5:14. നമ്പർ 2, ലൂക്ക് ചാപ്റ്റർ 16:16, then ജോൺ ചാപ്റ്റർ 1:17. എഴുതിക്കോളൂ. ലൂക്കോസ് 16:16, യോഹന്നാൻ 1:17. തേർഡ് വൺ നമ്മുടെ യുഗമാണ്. നമ്മുടെ യുഗത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞ് ഉറക്കെ പറയണം. എൻ്റെ കയ്യിൽ കുറച്ച് ബൈബിളുകളുണ്ട്. അതിലൊന്നിനും ഞാനത് കണ്ടില്ല. എല്ലാവരും ഇവിടെ ഇല്ലേ? ഹീബ്രു ബൈബിളിൽ കണ്ടില്ല. പല ഗ്രീക്ക് ബൈബിളുണ്ട്, അതും കണ്ടില്ല. ഇംഗ്ലീഷ് ബൈബിളുണ്ട്, മലയാളമുണ്ട്, 14 ഭാഷയുടെ ബൈബിളുണ്ട്. അതിലൊന്നിനും ഞാൻ കണ്ടില്ല. സ്തോത്രം. പക്ഷെ നിങ്ങൾ കണ്ടെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താ ചായ പറഞ്ഞ്? സുപ്രസാദകാലം. വെരി ഗുഡ്. എന്താ പേര്? തോമസ്. ഞാനും തോമസാ. കൃപായുഗം എന്നല്ല എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 6:2. സുപ്രസാദകാലം ഒന്ന് പറഞ്ഞെല്ലാവരും. രക്ഷാദിവസം. 4ാമത്തെ യുഗത്തിൻ്റെ പേര് മഹാകഷ്ടകാലം എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ കഷ്ടകാലമില്ല. 3 യുഗങ്ങളിലാണ് മഹാകഷ്ടമുള്ളത്. തിലിപ്സിസ്, ടീസ്, മെക്കാലീസ്. മഹാകഷ്ടം എന്ന് പറയുന്നത് 3 യുഗങ്ങളിലാണ് ഉള്ളത് ബൈബിളിൽ. അത് കൃത്യമായി അറിയാത്തതുകൊണ്ടാണ് പണ്ഡിതന്മാർ പോലും നമ്മുടെ മനസ്സിലൊരു കുണ്ഠിത ഇടാൻ തക്കവണ്ണം നമ്മുടെ മണ്ടയ്ക്ക് അതൊരു ചെറിയ അടി കൊടുത്തിരിക്കുന്നത് അല്ലേ? മഹാകഷ്ടകാലമല്ല, പരീക്ഷാകാലത്തിലെ മഹാകഷ്ടമാണ്. ശരി, ഒന്ന് പറഞ്ഞ്. പരീക്ഷാകാലത്തിലെ. അപ്പം 4ാമത്തെ യുഗം പരീക്ഷാകാലമാണ്. വെളിപ്പാട് 3:10. വെളിപ്പാട് 3:10. 4ാമത്തെ യുഗം അതാണ്. 5ാമത്തെ യുഗം നമുക്ക് എല്ലാവർക്കും അറിയാം, 1000 ആണ്ടാണ്. വെളിപ്പാട് 20. ഇനി ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. 23-ാം സങ്കീർത്തനം 5-ാം വാക്യത്തോട്. ആദ്യത്തെ വാചകം ഒന്ന് വായിച്ചേ ദൈവദാസി. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. 5 യുഗങ്ങളിലെ ഭക്തന്മാർക്ക് വേണ്ടി അവരുടെ ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന വിരുന്നുകൾ ഒന്നിച്ച് പഠിക്കുകയാണെങ്കിൽ എന്ന് തീരും. ഇപ്പോഴെല്ലാവരും മനസ്സിലാക്കുന്ന ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. 5 യുഗങ്ങൾ: പൂർവ്വകാലം, ന്യായപ്രമാണകാലം, സുപ്രസാദകാലം, പരീക്ഷാകാലം, 1000 ആണ്ട്. ഈ 5 യുഗങ്ങളിലെ ഭക്തന്മാർക്ക് വേണ്ടി
മഹാരാജാവായ ദൈവം ഒരുക്കുന്ന വിരുന്ന്, ഒരുക്കിയ വിരുന്ന്, ഇനി ഒരുക്കാൻ പോകുന്ന വിരുന്ന്. പ്രൈസ് ദി ലോർഡ്. അത് മൊത്തം നമ്മൾ പഠിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? അതാ ഞാൻ പറഞ്ഞ പ്രബന്ധം 1, തീസിസ് 1 ഹല്ലേലൂയ. ഇനി രണ്ടാമത്തേത് വായിച്ചോളൂ. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം. നമുക്ക് ഒന്നിച്ചൊന്ന് പറയാം. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. 8 ഗ്രീക്ക് പദങ്ങൾ അഭിഷേകം എന്ന് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ അനോയിന്റിംഗ് എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. 5 എബ്രായ പദങ്ങളിൽ നിന്നാണ് അഭിഷേകം തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഈ 5 യുഗങ്ങളിലെ അഭിഷേകം സംബന്ധിച്ചുള്ള പഠനം ചെറുതല്ല. പ്രൈസ് ദി ലോർഡ്. അറിഞ്ഞിരിക്കേണ്ടതാണ്. 5 യുഗങ്ങളിലും അഭിഷേകമുണ്ട്. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിന്റെ കൃത്യതയും കാണാൻ കഴിയും. അടുത്തത്, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. 5 യുഗങ്ങളിലുള്ള ഭക്തന്മാരുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്ന ഒരു ചരിത്രം, നടന്നത്, നടക്കുന്നത്, നടക്കാൻ പോകുന്നത് എഴുതിയാൽ 3ാമത്തെ പ്രബന്ധമായി. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഈ വലുപ്പത്തിൽ ഈ വാക്യം കാണാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നല്ലൊരു ഹല്ലേലൂയ പറയാം നമുക്കല്ലേ. ഈ വലുപ്പത്തിൽ ഈ വാക്യം കാണണം നമ്മൾ. 23ാം സങ്കീർത്തനമല്ലേ ഇതൊക്കെ എത്ര കേട്ടതാ എന്ന ധാരണ മാറ്റണം. ഇത് ദൈവത്തിൻ്റെ വചനമാകുകയാണ്. ദൈവത്തോളം വലുപ്പമുണ്ട് ദൈവത്തിൻ്റെ വചനം എന്ന് ചിന്തിക്കുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? 2 പദങ്ങൾ ചിന്തിക്കാം. ലോഗോസ് ആൻഡ് റേമ. ഒന്ന് പറഞ്ഞെല്ലാവരും. ലോഗോസ് ആൻഡ് റേമ. ലോഗോസ് ദൈവത്തിൻ്റെ വചനം, റേമ ദൈവത്തിൻ്റെ വാക്ക്. റേമ തെയോസ് ദൈവത്തിൻ്റെ വാക്ക്, ലോഗോസ് തെയോസ് ദൈവത്തിൻ്റെ വചനം. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഈ 3 പ്രബന്ധങ്ങൾ 6 മാസം പഠിക്കാനുണ്ടെന്നാണ് എൻ്റെ ചെറിയ കാഴ്ചയിൽ. സാധുവായി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത്രയ്ക്ക് വിലപ്പെട്ട പാഠങ്ങൾ ചെറുതായി കാണരുത്, ഏറ്റവും വിലയേറിയതായി കാണുവാൻ കഴിയണം എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. സന്തോഷത്തോടെ നമുക്കൊരു ഹല്ലേലൂയ പറയാം അല്ലേ. നമുക്ക് അഭിഷേകം എന്ന ഒറ്റ പദം ഇന്ന് നാളെ ഒന്ന് പഠിക്കാം. അറിയാത്തവരോട് ആരുമില്ല അല്ലേ. അഭിഷേകം എന്ന് പറഞ്ഞാൽ അറിയാത്തവർ ആരുമില്ല. അതിൻ്റെ സംസ്കൃത മലയാളം അർത്ഥത്തിലേക്ക് വരുമ്പോൾ മുകളിൽ ഒഴിക്കുക എന്നാണ് ശരിക്കും. എന്നാൽ അഭിഷേകം എന്നതിൻ്റെ 5 എബ്രായ പദങ്ങൾ തർജ്ജമ ചെയ്തിരിക്കുന്ന 7 ഗ്രീക്ക് പദങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ വിപുലമായി പഠിക്കാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു ചോദ്യം ബൈബിളിനോട് ചോദിക്കാം അല്ലേ, അതല്ലേ നല്ലത്. ഞങ്ങൾ 2 പേര് കർത്തദാസന്മാരോട് ചോദിച്ചാൽ ഞങ്ങളുടെ തലച്ചോറിനുള്ളതല്ലേ തരാൻ പറ്റുള്ളൂ അല്ലേ. നിങ്ങൾക്കുള്ളതുപോലെ എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ 3 കോടി ന്യൂറോണാണുള്ളത്. അതിനകത്ത് വന്നൊരു കണക്ഷനല്ലേ ഉള്ളൂ നമുക്കുണ്ടായിരിക്കുന്നല്ലേ. 1 TV ലാപ്ടോപ്പിലെയോ കമ്പ്യൂട്ടറിലെയോ ഡിസ്ക് എടുത്ത് നമ്മൾ നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവന്നാൽ വലിയ എഴുത്തുകാരെ, നാസയിലെ ഒക്കെ എഴുത്തുകാർ എഴുതി വച്ചിരിക്കുന്നത് 100 കോടി കമ്പ്യൂട്ടറുകളുടെ TV, 1 TV അറിയാമല്ലോ, ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചാൽ എന്നിട്ടും സ്ഥലം ബാക്കിയുണ്ടെന്നാണ്. അത്ര വലിയ ഡാറ്റയാണ് ടോപ്പ് അല്ലേ കമ്പ്യൂട്ടർ. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറല്ല, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറല്ല, ഇത് ടോപ്പ് കമ്പ്യൂട്ടറാണ്. അത് ഹെഡ് ടോപ്പ് കമ്പ്യൂട്ടറാണ്. ഇത്ര ടോപ്പ് കമ്പ്യൂട്ടർ ദൈവം നമുക്ക് തന്നതിന് നന്ദിയുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? സർ ഐസക് ന്യൂട്ടൺ പോലും 20% ഉപയോഗിച്ചിട്ടുള്ളതാണ് പറയുന്നത്. ആമേൻ. ഇതിൻ്റെ 20% ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി എത്ര ശതമാനം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ? അന്ന് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന അറിവുകൾ, നമുക്ക് തന്നിരിക്കുന്ന ബ്രെയിൻ, നമുക്ക് തന്നിരിക്കുന്ന ഹാർട്ട്, നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം ദൈവരാജ്യ വികസനത്തിന് വേണ്ടി ഉപയോഗമാകണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കൈകൾ 1 മിനിറ്റ് ഒന്ന് ഉയർത്തി മലർത്തി ദൈവത്തോട് പറയൂ, ദൈവമേ ദൈവരാജ്യ വികസനത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗമാകട്ടെ, ഞങ്ങൾ ഉപയോഗമാകട്ടെ കർത്താവ്, ഞങ്ങൾ ഉപയോഗമാകട്ടെ കർത്താവ്. ഷുഡബല ഹസ്തജലൗഷ്യാരസ്. ഉറപ്പുള്ളവരെല്ലാം ദൈവത്തോടൊന്ന് പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചെന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് എന്നെ ഉപയോഗിക്കും. ദൈവനാമത്തിൻ്റെ മഹത്വമാണ് വേണ്ടത്, നമ്മുടെ ഫെയിമല്ല, നമ്മുടെ കീർത്തിയല്ല വേണ്ടത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി എല്ലാവരും ഉപയോഗമാകണം എന്നാഗ്രഹിക്കുന്നവരെല്ലാം സ്തോത്രം ചെയ്യാം. യേശുവേ എൻ ജീവനെ
എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ. ഒരുമിച്ച് കൈയടിച്ച്. എന്നേശുവേ എൻ ജീവനേ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ, എന്നാശ നീ മാത്രമാ, എന്നാശ നീ. നമുക്ക് അഭിഷേകം എന്ന വിഷയത്തിൽ കടക്കാം. ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം, അല്ലേ? എന്താണ് അഭിഷേകം? വാട്ട് ഈസ് അനോയിന്റിങ്? ഒന്ന് പറഞ്ഞല്ലേ ഒരു എന്താണ് അഭിഷേകം? നിങ്ങൾ കേട്ട് കാണും, ഇഷ്ടംപോലെ പ്രസംഗം കേട്ടവരല്ലേ. എന്താണ് അഭിഷേകം? നിങ്ങളുടെ നിശബ്ദത കാണുമ്പോൾ, കല്യാണത്തിന് ചെറുക്കനും പെണ്ണിനോട് ചോദിക്കുന്ന സമയത്ത് നിശബ്ദത കാണിക്കുമ്പോൾ ഉള്ള നിശബ്ദത എനിക്ക് തോന്നിപ്പോയി. ഇവിടെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ 6 പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പഴയ നിയമത്തിൽ എന്താണ് അഭിഷേകം, പുതിയ നിയമത്തിൽ എന്താണ് അഭിഷേകം എന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ അടുത്ത പാഠങ്ങളൊന്നും മനസ്സിലാകാതെ പോകും. പുറപ്പാട് പുസ്തകം 30-22 മുതൽ 25 വരെയാണ് പഴയ നിയമത്തിലെ അഭിഷേകത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം. എടുക്കാം. Exodus chapter 30 verses 22 to 25. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വഴനത്തൊലിയും 1 ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. ഇതിൽ മലയാളം വായിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് കാണുക. മണ്ണിൽ നിന്നെടുത്ത 4 കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് ചേർത്തതാണ് അഭിഷേക തൈലം. എന്നാൽ ഇംഗ്ലീഷിൽ ഹീബ്രുവിലും 5 കാര്യങ്ങളാണ്. ഇതിലൊരെണ്ണം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. എബ്രായ ഭാഷയിൽ നിന്ന് പഠിച്ചാൽ 5 കാര്യങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന വാചകം എന്ന് പറഞ്ഞു നോക്കിയേ. മണ്ണിൽ നിന്നെടുത്ത 5 വസ്തുക്കൾ കാച്ചി കുറുക്കിയ തൈലമാണ് പഴയ നിയമം പറയുന്ന അഭിഷേക തൈലം. ഒന്ന് പറഞ്ഞ എല്ലാവരും. മണ്ണിൽ നിന്നെടുത്ത 5 വസ്തുക്കൾ കാച്ചി കുറുക്കിയ തൈലമാണ് പഴയ നിയമം പറയുന്ന അഭിഷേക തൈലം. മണ്ണിൽ നിന്നെടുത്തതാണ്. എന്നാൽ പുതിയ നിയമം അതല്ല പറയുന്നത്. എടുക്കാം. അപ്പോസ്തലപ്രവൃത്തി 10:38. നിങ്ങൾ വേഗം നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ ഇതൊക്കെ പാസ് ചെയ്യണം നിങ്ങൾ. വായിച്ച് മൈക്കിലൂടെ വായിക്കണേ, അപ്പം എല്ലാവർക്കും ഒരുമിച്ച് കേൾക്കാം. അപ്പോസ്തലപ്രവൃത്തി 10:38. ഗലീലയിൽ തുടങ്ങി നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. എന്താണ് അഭിഷേകമെന്ന് കൃത്യമാണ് അവിടെ. യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. അപ്പൊ അഭിഷേകത്തിൽ എത്ര കാര്യങ്ങളാണ് ഉള്ളത്? പുതിയ നിയമത്തിൽ 2 ഉള്ളൂ. അത് മണ്ണിൽ നിന്നുള്ളതല്ല, വിണ്ണിൽ നിന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാപിച്ച അഭിഷേകം എന്താണ്? അത് വിണ്ണിൽ നിന്നുള്ളതാണെന്ന് അറിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? സന്തോഷമുണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം, അല്ലേ? നിങ്ങൾ മനോരമ, മാതൃഭൂമി, ദീപിക തുടങ്ങിയ ഒത്തിരി പത്രങ്ങൾ ഏതെങ്കിലും വായിക്കുന്നവരാണ്. വലിയ ടൈറ്റിൽ കാണാം, മെത്രാനെ മൂറോൻ അഭിഷേകം ചെയ്യുന്നു എന്ന്. കേട്ടിട്ടില്ലേ നിങ്ങൾ? അല്ലേ? ആ പദം വായിക്കുമ്പോഴൊക്കെ ഞാൻ ചിരിക്കും. ഞാനും പത്രത്തിൽ ചെറിയ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഫോണ്ടിലൊക്കെ കാണുന്നൊക്കെ വേഗം ഒന്ന് ആ തലക്കെട്ട് വായിക്കും. അത് വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും. അതിൻ്റെ കാരണം അറിയണ്ടേ? 14 സ്ഥലത്താണ് ആ പദം പുതിയ നിയമത്തിൽ കാണുക. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, മൂറോൻ തൈലം കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. ആ മൂറോൻ തൈലം എവിടെ നിന്ന് കിട്ടും? ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, ചന്തയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന. ബൈബിളിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് എടുത്തതല്ല, എനിക്കത് ഇഷ്ടമില്ല, തിരുവഴുത്തിന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അഭിഷേകം മെത്രാന്മാർക്ക്, ബിഷപ്പ്മാർക്കൊക്കെ ലഭിക്കുന്നത് ചന്തയിൽ നിന്ന് വാങ്ങിച്ച സ്ഥാനം കൊണ്ടുള്ള അഭിഷേക. എന്നാൽ നമുക്ക് ലഭിച്ചത് ചന്തയിൽ നിന്നല്ല,
ഈ മണ്ണിൽ നിന്നല്ല, മഹാരാജാവായ ദൈവം നേരിട്ട് നമ്മെ അഭിഷേകം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാണ്, ശക്തിയാലുമാണെങ്കിൽ അഭിമാനമുള്ളവർ ഉറക്കെ പറ, ഇത്ര ഉന്നതമായ അനുഗ്രഹീതമായ പ്രൈസ് ദി ലോർഡ് അഭിഷേകം ലഭിക്കാൻ അനുവദിച്ചതിന് നന്ദിയുള്ളവർ എത്ര പേരുണ്ടെന്ന് എന്റെ ചോദ്യം. അനുവദിച്ചതിന് നന്ദിയുള്ളവർ. ആമേ. എന്ത് യോഗ്യതയുള്ള ആ ഭാവികളിൽ ഞാൻ ഒന്നാമനെന്ന് പറയാനുള്ള യോഗ്യത നമ്മുടെ യോഗ്യത. എന്നിട്ടും സ്വന്തം പുത്രന്റെ രക്തം കൊണ്ട് കഴുകി, സ്വന്തം പുത്രന്റെ ജീവനെ കൊണ്ട് വീണ്ടെടുത്ത് നമ്മെ ഇവിടെ അഭിഷേകം ചെയ്ത് നിർത്തിയ, ഇപ്പോഴും നിർത്തുന്ന നമ്മുടെ ദൈവത്തോട് നന്ദിയുണ്ടെങ്കിൽ ആ കൈകളൊന്ന് മലർത്തി പിടിച്ചാട്ടെ. ബൈബിൾ പ്രകാരം കൈകളൊന്ന് മലർത്തി പിടിച്ചാട്ടെ. ഹൃദയം ഒന്ന് ഉയർത്തി, എല്ലാവരും ഒന്ന് ഹൃദയം ഉയർത്തിയ കർത്താവേ, വിണ്ണിൽ നിന്നുള്ള തീരാത്ത അഭിഷേകം നൽകിയതിനാൽ ഇനിയും നൽകുമെന്നുള്ളതിനാൽ റൂഡാബാല ഹസ്തജലൗഷ് സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഈ അഭിഷേകം എനിക്ക് തരാൻ ഒരു യോഗ്യതയില്ല കർത്താവേ, എന്നിട്ടും നീ എന്നെ തേടി വന്ന് അഭിഷേകം ചെയ്തതിനാൽ നന്ദിയുണ്ടെങ്കിൽ കരമടിച്ച ദൈവത്തെ ആരാധിച്ചാട്ടെ. നന്ദിയുള്ളവർ കരമടിച്ച ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇത് ചന്തയിൽ നിന്ന് കിട്ടിയതല്ല, മഹാരാജാവായ ദൈവത്തിൽ നിന്ന്, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിൽ നിന്ന് ദൈവം നമ്മെ അഭിഷേകം ചെയ്താകയാൽ ആ വലുപ്പത്തിൽ ആരാധിക്കാൻ എത്ര പേർ തയ്യാറാണ്? മെത്രാന്റെ അഭിഷേകം കൊട്ടിഘോഷിക്കുമ്പോൾ അത് തീരുന്നതാണ്. കൊട്ടിഘോഷിക്കുമ്പോൾ തീരാത്തത് തരുന്ന, തീരാത്തത് തന്ന ദൈവത്തെ ആരാധിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പാട്ടുകാരിവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. എൻ്റെ പതറിയ ശബ്ദം കൊണ്ട് ഞാൻ കതറി പാടുമ്പോൾ നിങ്ങൾ ചിതറും. പാവം കോരുത് പാസ്റ്റ് വല്ലാതെ വിഷമിക്കും. അതുകൊണ്ടാണ് പാടാൻ പേടി. അവരാണെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ട്യൂണ്, ടോണർ, ഇതൊക്കെ ടൈമിംഗ് ഒക്കെ ശരിയാക്കിയിട്ടാണ് പാടുന്നത്. ഇവിടെ അതൊന്നും ബാധകമല്ല. സ്തോത്രം. ആമേൻ. ആത്മാവിനാലെ നിറച്ചു ആനന്ദം ഉള്ളിൽ. ഒന്ന്, ആത്മാവിനാലെ നിറച്ചു ആനന്ദം ഉള്ളിൽ. ധ്യാനിച്ച് തീരുന്ന അഭിഷേകമാണെങ്കിൽ നമ്മുടെ സന്തോഷവും തീരും. ദുഃഖങ്ങൾ പെരുകുമ്പോൾ സന്തോഷം തീരുക ചെയ്യുക. തീരുന്ന അഭിഷേകമാണെങ്കിൽ ദുഃഖം എത്ര വരികയാലും, എത്ര അഫ്ലിക്ഷൻ നൃത്തം ചെയ്താലും ധൈര്യമായി പറയാമോ, ഇത് തീരാത്ത അഭിഷേകം, അതിൻ്റെ മീതെ നിന്ന് നൃത്തം ചെയ്യാൻ എന്നെ അനുവദിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? എൻ്റെ വലത്ത് കൈ ജന്മനാൽ സ്വാധീനമില്ലാതെ ഞാൻ സൈക്കിൾ ഓടിക്കും, ബൈക്ക് ഓടിക്കും, ഓട്ടോറിക്ഷ ഓടിക്കും, കാർ ഓടിക്കും, വേണ്ടി വന്നാൽ ബസ് ഓടിക്കും. ഇവിടെ ആരുമില്ലേ? അത്യാവശ്യം തെങ്ങ കയറി തേങ്ങ ഇട്ടിട്ടുണ്ട്, പ്ലാവിൽ കയറി ചക്ക ഇട്ടിട്ടുണ്ട്, മാവിൽ കയറി മാങ്ങ ഇട്ടിട്ടുണ്ട്. ആരും ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ അസൂയ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. വേണ്ടി വന്നാൽ ഹാർമോണിയം വായിക്കും, അവർ മാറി തന്നാൽ സ്വരഗ്രാമ പേടകം എന്നാണ് ഇതിൻ്റെ പേര്, കീബോർഡിൻ്റെ, കേട്ടോ, മലയാളം അതാ. സ്വരഗ്രാമ പേടകവും വായിക്കും, സ്വോത്രം. തബല വായിക്കും. അപ്പൊ പിന്നെ ഒരു കൈ മതിയല്ലോ അല്ലേ? ഈ ഒരു കൈ തരാത്തതിന് പ്രശ്നമുണ്ടോ? നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ എന്തൊക്കെ അസൂയ നൃത്തം വെക്കുന്ന പോലെ തോന്നും. നമുക്ക് ഒരുമിച്ച് പറയാം, തന്നതിൽ സംതൃപ്തിയുണ്ട് കർത്താവേ എനിക്ക്.
എനിക്ക് തന്നതിൽ സംതൃപ്തിയുള്ളവർ എത്ര പേരുണ്ട്? തന്നത് കുറവായി പോയി എന്ന് പറഞ്ഞ് കുറഞ്ഞു തീരുന്നവരല്ല നമ്മൾ. തന്നതിൽ സന്തോഷമുണ്ടെങ്കിൽ ഇനിയും തരുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരോട് ഇരിപ്പുണ്ട്? ഞാൻ പറഞ്ഞ വാചകം എല്ലാവരും പറഞ്ഞ് തന്നതിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഇഷ്ടം പോലെ തരാനിരിക്കുക. പെന്തക്കോസ്ത് ജനത്തിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് യെശയ്യാവിന്റെ പുസ്തകം ഫുൾ കമന്ററി ഇറങ്ങുന്നത്. മറ്റത് CSIക്കാരുടെയും മർത്തമക്കാരുടെയും വൃതകാരുടെയാണ് നമ്മുടെ ഇടയിൽ ഇറങ്ങുന്നത്. അപ്പൊ ഇതുപോലെ ഒരു കൈ തന്നാ പോരെ? ആർക്കും മനസ്സിലായില്ലേ? പ്രൈസ് ദ ലോർഡ്. എങ്കിൽ ഇന്ന് പരാതിപ്പെട്ടി മാറ്റിവെച്ചിട്ട് തന്നതിൽ ഞാൻ നൃത്തം വെക്കുന്നെന്ന് പറയാൻ തയ്യാറായാൽ ചില ബന്ധനങ്ങൾ അഴിക മാത്രമല്ല, നിരവധി നന്മകൾ കൈവശമാക്കാൻ കഴിയുമെന്ന് സമ്പൂർണമായി പറയാൻ സന്തോഷമുണ്ട് എനിക്ക്. ആ പരാതി പറ്റി മാറ്റിവെക്ക്, ആ കംപ്ലൈന്റ് ബോക്സ് ഉടച്ചു കളയും. Are you ready to break that complaint box? സന്തോഷത്തോടെ എത്ര പേർക്ക് പറയാം, എൻ്റെ മകനെ കുറിച്ച്, എൻ്റെ മകളെ കുറിച്ച്, എൻ്റെ ഭാര്യയെ കുറിച്ച്, എൻ്റെ ഭർത്താവിനെ കുറിച്ച്, എൻ്റെ ജോലിയെ കുറിച്ച്, എൻ്റെ ആരോഗ്യത്തെ കുറിച്ച് പരാതി പെട്ടികളുമായി ചിലർ ഇവിടെ വന്നിട്ടുണ്ട്. ആ പെട്ടി ഇന്ന് പൊട്ടുന്ന ദിവസമാണ്. ആമേൻ. എനിക്ക് തോന്നുന്നു ഇന്നലെ 3:20 കയറി 11:00 ഇവിടെ എത്തി. പ്രൈസ് ഗോഡ്. ഇപ്പോഴും എൻ്റെ കൈ റെഡിയല്ല, കാർഡ് റെഡിയല്ല. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് ഞാൻ ചെന്നപ്പോൾ സ്റ്റേജ് ഇച്ചിരി ഉയർന്നതാ. സ്റ്റെപ്പ് കയറുമ്പോൾ കല്യാണത്തിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്റ്റെപ്പിൽ വീണു. ഞാനാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ കാര്യം പറയുന്നത്. സ്വർഗം നിങ്ങളുടെ സംതൃപ്തി കാണാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൈയൊന്ന് മലർത്തി പിടിക്കാൻ ഞാൻ ഇടയ്ക്ക് പറയുന്നത് തിരുവഴുത്തിലുണ്ട്, അത് ശ്രദ്ധിക്കാൻ അറിയാം. ഒന്ന് കൈകളെ മലർത്തി പിടിച്ചെന്ന് പറയാമോ? കർത്താവേ, ശരിയായൊരു സംതൃപ്തി എൻ്റെ കഷ്ടതയിൽ, എൻ്റെ ദുഃഖത്തിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ പ്രതിസന്ധികളിൽ, ചിന്തിക്കാൻ കഴിയാത്ത ഓളങ്ങളിൽ എനിക്ക് നൽകണം. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഒരു മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാസ്റ്ററാണ് നിങ്ങളുടെ അധ്യക്ഷൻ, ഞാനല്ല നിങ്ങളുടെ അധ്യക്ഷൻ. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്ന ആളാണ്. നിങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ ഒരു വാക്കപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും? ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ കംപ്ലൈൻറ്റ് ബോക്സ് എല്ലാം മാറി പൂർണ്ണ തൃപ്തിയുള്ള ഒരു വ്യക്തിയായി തീരാൻ എനിക്ക് ദൈവം അഭിഷേകത്താൽ ഒരു അനുഭവം തരണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കൈകളൊന്ന് മലർത്തി പിടിച്ച്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഭിഷേകം എന്താണ്? ലേവ്യ പുസ്തകം 21 അധ്യായം അതിൻ്റെ 12 വാക്യം. അത് മലയാളവും ഇംഗ്ലീഷും കാണിക്കാൻ പറ്റുമോ മോനെ? പറ്റും. ഓക്കെ. KJV കാണിച്ചാൽ നമുക്ക് എളുപ്പമായിരുന്നു ഉണ്ടെങ്കിൽ. വായിച്ചാട്ടെ. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അവന്റെ ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം അവന്റെ മേൽ ഇരിക്കുന്നു. അവിടെ ആ വാക്യം ഇംഗ്ലീഷിൽ വായിക്കും മുമ്പ് ഇപ്പോൾ നമ്മൾ കണ്ടു ദൈവത്തിന്റെ അഭിഷേക തൈലമായ സംസ്കാരം. ഒന്ന് പറഞ്ഞേ. സംസ്കാരം. അതിന്റെ എബ്രായ വാക്കിൽ സംസ്കാരം എന്നല്ല അർത്ഥം. ഇംഗ്ലീഷ് കുറച്ചുകൂടെ നീതി പുലർത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചേ ഇംഗ്ലീഷ്. ആരെങ്കിലും ഒരാൾ പറ്റുമോ? Neither shall he go out of the sanctuary nor profane the sanctuary of his God. For the crown of the anointing oil of his God is upon him. I am the Lord. ഇതിന്റെ താഴെ വരെയുള്ള ഹൈവേ ഇവിടെ രണ്ടായി പിരിയാം. അപ്പൊ സ്പീഡ് കുറയ്ക്കണം. സ്പീഡ് കുറച്ച് വായിക്കാം. എന്താ പേര് ദൈവദാസിയുടെ? അജിത. വായിച്ചോട്ടെ മക്കളെ. Neither shall he go out of the sanctuary nor profane. Neither shall he go out of the sanctuary nor profane the sanctuary of his God. അവിടെ വരെ നിർത്തുന്നു ഞാൻ. അടുത്ത് നിങ്ങൾ എല്ലാവരും നോക്കിയേ. For the crown of the anointing oil of his God. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് മൂലഭാഷയിലേക്കൊക്കെ പോയാൽ നെഹസർ എന്ന വാക്കിന്റെ 8-ാം നൂറ്റാണ്ടിൽ അർത്ഥത്തിലേക്കൊക്കെ ഞാൻ പോകേണ്ടി വരും.
നിങ്ങളുടെ ഇരിപ്പ് കണ്ടൊരു ബൈബിൾ കോളേജിൻ്റെ ഇരിപ്പിലാ. ആമേൻ. സന്തോഷമുള്ള ഇരിപ്പ് എനിക്ക്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ ഇത് റോയൽ ക്രൗൺ എന്നാക്കേണ്ടി വരും. അപ്പോൾ അഭിഷേക തൈലം എന്താണ്? രാജകീയ കിരീടമാണ്. സന്തോഷമുണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം നമുക്ക്, അല്ലേ? ഒന്ന് പറഞ്ഞതിന് അഭിഷേക തൈലം എന്താണ്? രാജകീയ കിരീടമാണ്. ലോകത്തിൽ ഏറ്റവും ഔന്നത്യമുള്ള 4 കിരീടങ്ങളാണുള്ളത്. ഇന്ന് നിലവിലുള്ള 4 കിരീടങ്ങൾ നിങ്ങൾക്കറിയാവുന്നതൊക്കെ. ആ 4 കിരീടങ്ങളിൽ അറിയപ്പെട്ടൊരു കിരീടമാണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ രാജ്ഞിയായ എലിസബത്ത് റാണിക്ക് വെച്ചു കൊടുത്തത്. ആ കിരീടത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ ഇഷ്ടമുണ്ട്, എന്നാൽ ടൈം പാലിക്കണമല്ലോ. 3000 രത്നങ്ങളാണ് ആ കിരീടത്തിൽ പതിച്ചിട്ടുള്ളത്. എത്ര രത്നങ്ങൾ? സ്റ്റേറ്റ് ഇമ്പീരിയൽ ക്രൗൺ എന്ന് പറയുന്ന ആ കിരീടത്തിന്മേൽ 3000 രത്നങ്ങളാണ് പതിച്ചിരിക്കുന്നത്. ഒരു രത്നത്തിന് ഇന്ന് എന്ത് വിലയുണ്ട്? ആർക്കെങ്കിലും അറിയാമോ ഒരു രത്നത്തിന് ഇന്ന് എന്ത് വിലയുണ്ട്? അതിൽ പതിച്ചിരിക്കുന്നത് റൂബീസാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വില കൂടിയ രത്നങ്ങളാണ് പതിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു രത്നം കിട്ടണമെങ്കിൽ 325 കോടി രൂപ വേണം ഒരു രത്നം കിട്ടാൻ. ആ ഒരു രത്നത്തിന് അതിൽ പതിച്ചത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 3000 ഇൻറ്റു 325 ഒന്ന് പറഞ്ഞ് കണക്കൂട്ടാൻ മിടുക്കന്മാരായ കമ്പ്യൂട്ടർ ആശാന്മാർ ഇവിടെയുണ്ട്. അത്രയും കോടി രൂപ വില വരുന്ന ഒരു കിരീടമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവിനെ ആ രാഷ്ട്രം മതിപ്പ് വിലയായി വെച്ചു കൊടുത്തിരിക്കുന്നത്. Is it right? I am right? എങ്കിൽ ദൈവരാജ്യത്തിൻ്റെ രാജാവ് തൻ്റെ മുമ്പിലിരിക്കുന്ന മണവാളൻ്റെ നിയുക്ത മണവാളൻ്റെ മണവാട്ടിക്ക് നൽകിയിരിക്കുന്ന കിരീടത്തിൻ്റെ വില മതിക്കാൻ പറ്റുമോ? ഈ പ്രപഞ്ചം വിറ്റാൽ പറ്റുമോ? ഈ കോസ്മോസ് വിറ്റാൽ പറ്റുമോ? 1 ട്രില്യൺ ഗാലക്സീസ് വിറ്റാൽ പറ്റുമോ? പറ്റുകയില്ല. Praise God. അത്ര വിലയേറിയ കിരീടമാണ് അഭിഷേകമെന്ന് അറിയുന്നവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാൽ. അത്ര വിലപ്പെട്ട കിരീടമാണ് ദൈവം തന്നിരിക്കുന്നത്. മതിപ്പുള്ളവർ എത്ര പേരുണ്ട്? ഈ കിരീടം തരാൻ നമുക്ക് എന്താ അർഹതയുള്ളത്? ഇത്ര വിലയേറിയ കിരീടം നമുക്ക് അനുഭവിപ്പാൻ എന്താ അർഹതയുള്ളത്? ഒരു അർഹതയില്ല. പക്ഷെ എന്നിട്ടും തമ്പുരാൻ നമുക്ക് വേണ്ടി അത് മാറ്റിവെച്ചതിനാൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേര് താല്പര്യമുണ്ട്? അഭിഷേകം ഒരു രാജകീയ കിരീടമാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അഭിഷേകമുള്ളവരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മതിപ്പുള്ളവരായിരിക്കണം. നമ്മൾ രാജാക്കന്മാരാണോ എന്നൊരു ചോദ്യമുണ്ട് എൻ്റെ. എന്ന് പറയും, നമ്മളിപ്പോൾ രാജാക്കന്മാരാണോ? വെളിപ്പാട് 1:5-6 വായിച്ചാൽ നമ്മളിപ്പോൾ രാജാക്കന്മാരാണ്. 5:10 വായിച്ചാൽ രാജാക്കന്മാരാണ്. ഇഷ്ടംപോലെയുണ്ട്. അപ്പം നമ്മൾ രാജാക്കന്മാരാണെങ്കിൽ രാജകീയ കിരീടമുള്ളവരാണ്. അതാണ് പുതിയ നിയമം നൽകുന്ന അഭിഷേക കിരീടം. ആമേൻ, ആമേൻ. എനിക്കിവിടെ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്നാൽ ഈ വേദി അതിൽ ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നു. തിരുവഴുത്ത് കൂടുതൽ കിട്ടട്ടെ എന്ന് കരുതി. ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാൻ പറ്റുമോ? ഇത്രയ്ക്ക് മതിപ്പ് ദൈവത്തിന് എന്നിലുണ്ടെങ്കിൽ, വി ആർ പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടവരാണെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. വി വേർ പ്രഷ്യസ് എന്നല്ല പറയേണ്ടത്, വി ആർ. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവരായിരുന്നു എന്നല്ല, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവരാണ് എന്ന അറിവുള്ളവർ എത്ര പേരോട് ഇരിപ്പുണ്ട്? ഒരു നല്ല ആമീൻ പറയാം നമുക്ക്, അല്ലേ? ശക്തമായൊരു ആമീൻ പറയാം നമുക്ക്. ബഹുമാനപ്പെട്ട പരേതനായ ലീഡറായ കരുണാകരൻ അവർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഞാനിവിടെ വന്നിരുന്നു. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നതാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചു, എന്നെ അറിയും പേഴ്സണലായിട്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഫാസ്റ്റേ, സഭയുടെ കാര്യം പറയാൻ വല്ലതും വന്നാണോ? അപ്പം നമ്മുടെ ആളുകൾ അവരെ കാണാൻ ചെല്ലുന്നത് സഭയുടെ കാര്യം പറയാനാ. ഞാൻ പറഞ്ഞ അല്ല, ലീഡർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധിയിൽ
ലീഡറുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ മറ്റൊരു ലീഡറെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. 14 ലീഡർമാരുണ്ടായിരുന്നു, KPCC ജനറൽ സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു. സ്വത്രം. എൻ്റെ ഒരു ചോദ്യം, അങ്ങനെ നമുക്കൊരു മതിപ്പ് പറയാൻ എത്ര പേർക്ക് പറ്റും? മതിപ്പ് പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? മിണ്ടിയാൽ നമ്മൾ DSPയുടെ അടുത്ത് ചെന്ന് അപേക്ഷ കൊടുക്കും, മിണ്ടിയാൽ SIയുടെ കാല് പിടിക്കും, മിണ്ടിയാൽ CIയുടെ കാല് പിടിക്കും. അതല്ലേ അവർ ചോദിക്കുന്നേ, സഭയുടെ പ്രശ്നം പറയാമെന്നാണോ? ഇത് പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ എന്തൊരു വിഷമം പോലെ എനിക്ക്. നമ്മൾ അതിനുള്ളവരല്ല. നമ്മുടെ നായകൻ പടയാളികളെക്കാൾ വീരന്മാരായി, രാജാതി രാജാവായി, 954 ടൈറ്റിലുകളുള്ളതായി, ഏക നാമമുള്ളവനായി, ചരിത്രത്തിൽ അറിയപ്പെട്ടവനായി, ഇപ്പോഴും ജീവിക്കുന്നവനാകയാൽ ആ ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചു. ശൂരാബാല ഹസ്കദേശ്. ഞാൻ അല്പം കൂടെ മുമ്പോട്ട് പോവുകയാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു കിരീടം ദൈവം തന്നിട്ടുണ്ട്. ഈ അറിവിൽ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്കൊരു കിരീടം ഈ ഭൗമ മണ്ഡലത്തിൽ ജീവിക്കുമ്പോൾ അഭിഷേക കിരീടത്താൽ തിളങ്ങാൻ വിളങ്ങാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. DL മൂഡിയുടെ വീടൊരു ചെറിയ വീട്, അത് കഴിഞ്ഞൊരു വഴി, അത് നേരെ മുമ്പിൽ 1 കിലോമീറ്റർ നീളത്തിൽ മതിലുള്ള ഒരു മുതലാളി താമസിക്കുന്നു. ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് DL മൂഡി ഉപദേശിനെ കാണുമ്പോൾ ഈ മുതലാളി പറയും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, എന്തെങ്കിലും ഞാൻ കാണിക്കുമ്പോൾ പിടികിട്ടുന്നില്ലേ, ഉണ്ടെങ്കിൽ വൈഫിനോട് വന്ന് പറഞ്ഞാൽ മതി, ഉപദേശി പേടിക്കണ്ടാവും. ഇത് പലവട്ടം കേട്ടപ്പോൾ ഒരു വട്ടം യേശുവിനോട് പറഞ്ഞു, ദൈവമേ ഇനി ഇത് കേൾക്കാൻ അനുവദിക്കരുത്. അങ്ങ് മഹാരാജാവല്ലേ, അങ്ങ് മഹാരാജാവല്ലേ, ഇത് കേൾക്കാൻ എന്നെ അനുവദിക്കരുത്. ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ മുതലാളിയെ ജപ്തി ചെയ്യാൻ തീരുമാനിച്ചു കോടതി. എല്ലാവരും കൂടി ഉണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ വരാന്തയിൽ, ഇവിടെ വരാന്ത എന്ന് പറയില്ലേ, സിറ്റ് ഔട്ട് വരാന്ത എന്ന് പറയില്ലേ, ഇവിടെ ആ വരാന്തയിൽ ചാരിക്കസരിട്ട് അലറിക്കരയാണ്. അപ്പൊ DL മൂഴി ചെന്നിച്ച് പറഞ്ഞു, മുതലാളി വിഷമിക്കണ്ട, ഈ പ്രശ്നം തീരാൻ എന്റെ കുടിലിൽ മുട്ടുകുത്തിയാൽ മതി. ഈ തൻ്റെ ഇടമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാട്ട്. ഈ തൻ്റെ ഇടമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? തിരുവനന്തപുരത്ത് ഒരു പാർട്ടിയുടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പ് നേതാവ് എന്നെ വിളിച്ച് പറയുക, ഇപ്രാവശ്യം ഞാൻ ജയിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോയി പാസ്റ്റർ എന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊക്കെ അറിയുന്ന നേതാവായി പറയുന്നേ. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർ അറിഞ്ഞിരിക്കണം, അവർക്ക് ആശ്രയിക്കാൻ ഒന്നുമില്ല, എന്നാൽ ഏത് വിഷയത്തിലും ആശ്രയിക്കാൻ കിരീടം തന്നവൻ നിന്നെ ക്ഷണിക്കുകയാണ്. മതിപ്പോടുകൂടെ നീ എൻ്റെ അരികിൽ വരിക, മതിപ്പോടുകൂടെ എൻ്റെ അരികിൽ വരിക. എൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്നും വിടുവിക്കുമെന്നും ഉറപ്പുള്ളവരെല്ലാം ശക്തമായി ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാൽ. അടുത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം. പ്രൈസ് ഗോഡ്. ഇപ്പോൾ എന്താണ് കിരീടം എന്നതിന്റെ 2 ഉത്തരം കിട്ടി. ഏതൊക്കെയാണ്? രണ്ട് ഉത്തരം കിട്ടിയോ? തീർന്നു പോകുന്ന വസ്തുക്കൾ 5 പഴയ നിയമത്തിൽ. എന്നാൽ തീരാത്ത വിണ്ണിലുള്ളതാണ് അഭിഷേകം. അതാണ് ഒന്നാമത്തേത്, അല്ലേ? രണ്ടാമത്തേത്, ഇത് രാജകീയ കിരീടമായ അഭിഷേകമാണ്. ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഇനി വായിക്കുന്ന പ്രസംഗം നമുക്ക് ഒരു കാര്യം ചെയ്യാം, 5 മണി വരെ തുടരാം. ആമേൻ. അങ്ങനെ വായിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയുന്നത് വായിക്കുന്നത്. സങ്കീർത്തനം 45-ന്റെ 6, 7 രണ്ടും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഈ ബോർഡിൽ നോക്കിയാൽ എളുപ്പമുണ്ട് മോളെ. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു.
നീ നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകം എന്ന ചോദ്യത്തിന്റെ മൂന്നാമത്തെ ഉത്തരം പറയാൻ ഹല്ലേലൂയ. ഒരല്പസമയം എടുക്കണമെന്ന് ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് ഒന്നിച്ചു പറയാം, ആനന്ദ തൈലമാണ് അഭിഷേകം. ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പറഞ്ഞേ എല്ലാവരും. ഓയിൽ ഓഫ് ഗ്ലാഡ്നസ് ഓർക്കെ പറഞ്ഞേ. നമ്മുടെ ചർച്ചുകളിൽ അന്യമതത്തിൽപ്പെട്ട ഒരാള് ആരാധനയ്ക്ക് വന്നാൽ എത്ര ആരാധനകളിൽ ഈ കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്? ശ്രദ്ധിച്ചില്ല. ആനന്ദ തൈല അഭിഷേകമുള്ളവനാണ് ഞാൻ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. നമ്മുടെ സഭായോഗത്തിൽ സാക്ഷിയൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ആയുസിൽ പിന്നെ അവൻ സഭായത്തിന് വരില്ല. 4200 മതങ്ങളാണെന്ന് ലോകത്തിലുള്ളത്. അറിയപ്പെട്ട രണ്ടാമത്തെ മതത്തിൻ്റെ ഒരു വക്താവ് ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് ചോദിച്ചു, സാർ, ഞാൻ യേശുവിനെ കണ്ടെത്തി, എനിക്ക് എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകണം, എവിടെ പോകണം? ഞാൻ ഇതിൻ്റെ അടുത്തുള്ളൊരു പെന്തക്കോസ്ത് ചർച്ചിൽ പോകാൻ പറഞ്ഞു. അവൻ എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു. അവൻ തൊട്ടടുത്തുള്ളൊരു ചർച്ചിൽ പോയി 8 ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇനി ഒരിക്കലും അവിടെ പോകില്ല. ഫോൺ വിളിച്ച് പറയാം, അതെന്താ? എനിക്കുള്ള സന്തോഷം പോലും അവർക്കില്ല. കേട്ടില്ലല്ലേ? എനിക്കുള്ള സന്തോഷം പോലും അവർക്കില്ല. അവർ ഇരിപ്പ് കണ്ടാൽ യേശുവിൽ കൊണ്ടുപോയി മൊത്തം തൊലച്ച് കളഞ്ഞിരിക്കുന്ന, അവർക്ക് ഒരു സന്തോഷവുമില്ല. സാറേ, വേറെ വല്ല ചർച്ച ഉണ്ടോ? നമ്മളൊരു പാടുന്ന പാട്ടുണ്ടല്ലേ, കഷ്ടങ്ങൾ സാരമില്ല. നിങ്ങളൊന്ന് പാടുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പക്ഷെ നമ്മളെ പാട്ട് ഇങ്ങനെയല്ല പാടുക. എഴുന്നേറ്റ് കഷ്ടങ്ങൾ സാരമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാവും ഇവൻ ശരിക്കുള്ള വിശ്വാസിയല്ല. ആദ്യം പാടിയതുപോലെ പഠിച്ചാൽ അവൻ മനസ്സിലാവും കഷ്ടങ്ങൾ സാരമില്ല. ഒരു എല്ലി പറയാല്ലേ? ആമേൻ. ഞാൻ പിന്നാലെ വിശദീകരിക്കാം. നമ്മുടെ സാക്ഷ്യം കേട്ടാൽ, നമ്മുടെ ആരാധന കണ്ടാൽ എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആനന്ദ തൈലമുള്ള ഒരു വ്യക്തിയാണെന്ന്? ഇതിനകത്തൊരു അന്യൻ വന്നാൽ അവൻ്റെ അകത്ത് ഈ ചിന്ത വിതയ്ക്കാൻ നിങ്ങളുടെ വാക്കുകളിൽ എന്തുണ്ട്? ശൂരാബാല ഹസ്തജലൗഷ്യാരകസ്. എത്ര പേർക്ക് ഈ വൊക്കാബുലറി ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. ഞാൻ തെളിയിക്കാൻ പോവാണ് ആ വാക്യം. അത് രണ്ടും മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കണം. എന്നിട്ട് എബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം എടുക്കണം. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് വായിച്ച എല്ലാവരും. ദൈവമേ നിന്റെ സിംഹാസനം എന്നും വിളിക്കുന്നത് ദൈവമേ എന്നാണ്. ദൈവമേ. അപ്പൊ എൻ്റെ ചോദ്യം, ആരെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്? ആരാണ് വിളിക്കുന്നത്? സ്തോത്രം. നമുക്കൊന്നുകൂടി ചോദിക്കാം, ആരെയാണ് വിളിക്കുന്നത്? ആരാണ് വിളിക്കുന്നത്? എബ്രായ ലേഖനം 1-ന്റെ 8-ാം വാക്യം വായിച്ചാട്ടെ. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം. അപ്പൊ ദൈവത്തെ വിളിക്കുക. അത് ആരെ വിളിച്ചിരിക്കുന്നേ? പുത്രനെ. പിതാവ് പുത്രനെ വിളിച്ചിരിക്കുകയാണ് ദൈവമേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിതാവ് പുത്രനെ വിളിച്ചെന്താണ്? ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അപ്പൊ ഈ ദൂത് ആരോടുള്ള പ്രവചന? യേശുക്രിസ്തുവിനോടുള്ള പ്രൊഫസിയാണ്. ഇസ് ഇറ്റ് റൈറ്റ്? ആമേൻ. ആ നിലയിൽ ആ വാക്യം ഒന്ന് വായിച്ചതിന് മലയാളം. അതിന്റെ അടുത്തത്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അടുത്തത്, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി. അപ്പൊ ദൈവത്തെ അഭിഷേകം ചെയ്തു. എങ്ങനെ? കൂട്ടുകാരിൽ പരമായിട്ട്. ഇവിടെ ഉണ്ടെല്ലാവരും. അപ്പൊ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയല്ലേ? യേശുക്രിസ്തുവിനാണ് ആനന്ദ തൈലത്തിന്റെ അഭിഷേകം ലഭിച്ചിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഒന്ന് എടുത്തു പറയുകയാണ്, യേശുക്രിസ്തുവിനാണ്
ആനന്ദ തൈല അഭിഷേകം ലഭിച്ചിരിക്കുന്നത്. എൻ്റെ ചോദ്യം, യേശു ക്രിസ്തുവിന് ഇങ്ങനൊരു അഭിഷേകം വേണോ? എന്താ പേര് ഈ ഫ്രണ്ടിരിക്കുന്ന യുവാസിന്റെ? ഗോപകുമാർ എന്ന കർത്താവിന്റെ ദാസനോട് ഞാൻ ചോദിക്കുക, യേശുവിന് ഇത് വേണോന്നാ ചോദിക്കുന്നത്? ആനന്ദതയിലേ അറിഞ്ഞിരിക്കണം, 1 ട്രില്യൺ ഗാലക്സീസ് ആണ് ഈ പ്രപഞ്ചത്തിന്റെ 5%. നാസയുടെ കണക്കനുസരിച്ച് അത് ഫ്രെയിം ചെയ്തത് പൗലോസിന്റെ ഭാഷയിൽ ഒറ്റ റേമ കൊണ്ടാണ്, ഒറ്റ വാക്കുകൊണ്ടാണ് ഫ്രെയിം ചെയ്ത്. ഒരു സ്തോത്രം പറയാൻ പറ്റുന്നുണ്ടോ? യേശുവിൻ്റെ ഒരു വാക്കുകൊണ്ട് ഫ്രെയിം ചെയ്ത ഈ ഗാലക്സികൾ നമ്മുടെ മുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ ആ യേശുവിനെ ആനന്ദ തൈലത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ഉണ്ട്. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ വന്നു ചേരണം. ആനന്ദ തൈലം എന്തിനുള്ളതാണ്? എടുക്കാം. യെശയ്യാവ് 61:3 വാക്യം. ഫോർ വാട്ട്? അതിന്റെ നീഡ് എന്താണ്? വായിച്ചാട്ടെ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും. എന്തിനു പകരം? ദുഃഖത്തിന് പകരം. ഒന്നോടെ വായിച്ച മോളെ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. അടുത്തത്, ദുഃഖത്തിന് പകരം ആനന്ദ തൈലം യേശുവിന് വേണമെന്ന ചോദ്യം. സ്തോത്രം. ഒരൊറ്റ വാക്കുകൊണ്ട് വേർഡ്സ് വേർ ഫ്രെയിംഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്, ബൈ ദ റാം ഓഫ് ഗോഡ് എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു. ഒറ്റ വാക്കുകൊണ്ട് ലോകങ്ങളെ ഫ്രെയിം ചെയ്തവനാണ് യേശു. ആ യേശുവിനെ ഇവിടെ ആനന്ദ തൈലം വേണമോ? എങ്കിൽ നമുക്ക് എത്രയധികം വേണമെന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട്? വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? എൻ്റെ വീട്ടിൽ നൃത്തം വയ്ക്കുന്ന, അധികമായി നൃത്തം വെച്ച് ആനന്ദിക്കുന്ന ദുഃഖങ്ങൾ, അധികമായി നൃത്തം വെച്ച് ആനന്ദിക്കുന്ന പ്രതിസന്ധികൾ, അവരാനന്ദിക്കുക പ്രതിസന്ധികൾ. ആ ടൈമിൽ ആനന്ദ തൈലം എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? സന്തോഷമുണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞ ദൈവത്തോട്, ഇറ്റ് ഈസ് നീഡ് ഫോർ മീ, അത് എനിക്കാണ് വേണ്ടത് കർത്താവേ എന്ന് പറയാൻ ഹൃദയമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗ്രൗണ്ട് നിങ്ങൾക്കറിയാം. ആ ഗ്രൗണ്ടിൽ ഇവിടുത്തെ PMG ചർച്ച് ഒരു കൺവെൻഷൻ വെച്ചിരുന്നു. അലക്സാണ്ടർ സാറ്, ജോർജ് സാറ്, അങ്ങനെ തുടങ്ങി ടോപ്പ് ഒക്കെ ഉണ്ട്. ഞാനവിടെ 3 കൊല്ലം പഠിപ്പിച്ച അധ്യാപകൻ. ആദ്യത്തെ ബൈബിൾ കോളേജിൽ, അവരുടെ കോളേജിൽ 3 കൊല്ലം ഞാൻ പഠിപ്പിച്ചിരുന്നു. അവരുടെ സോവനീറിലുണ്ട് അത്, ഫ്രീസ് ലോട്ട്. അന്ന് ജോർജ് സാറിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. അലക്സാണ്ടർ സാറ് പറഞ്ഞിട്ടാണ് എന്നെ ബുക്ക് ചെയ്തത്. നിങ്ങളറിയണം, ആ മീറ്റിങ്ങിന് ഞാൻ വന്നപ്പോൾ ഏറ്റവും അധികം ദുഃഖിക്കുന്ന ഒരു വലിയ മനുഷ്യനെ കണ്ടു ഞാൻ. നിങ്ങളൊക്കെ അറിയുന്നതാണ്, ഇവിടെയുള്ള ആളാണ്. അന്ന് അദ്ദേഹം ഇത്രയും ദുഃഖിക്കുന്ന ആളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ മീറ്റിങ്ങിന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ, കൺവെൻഷനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദിസ് മെസ്സേജ് ഓൺലി ഫോർ മീ. ഇന്ന് രാവിലെ ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്നവർക്ക് പറയാൻ കഴിയുമോ, എൻ്റെ കസേരയിൽ കയറിയിരുന്ന് ഇറങ്ങിപ്പോകില്ല എന്ന് വാദിക്കുന്ന കഷ്ടങ്ങൾ, ഇറങ്ങിപ്പോകില്ലെന്ന് പറയുന്ന തീവ്ര ദുഃഖങ്ങൾ, അത് ഇറങ്ങാതെ നിൽക്കുമ്പോൾ അതേ കസേരയിൽ ആനന്ദ തൈലം കൊണ്ട് എന്നെ നൃത്തം വെപ്പിക്കുന്ന എൻ്റെ ദൈവമുണ്ട് എന്ന് പറയാൻ കഴിയുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? റംബൽ പ്രൗഢല ബഡല ബണ്ടല ബഹുഡല കടകൽ കടക ജീബാബാന ഹസ്താജാന റൈഡൽ കന്ദേ ബാനക ജഗദേശ് റംദൽ പ്രൗഢൽ കടക ബെഡാ കെട്ടുകൾ ഈ ആനന്ദതയിൽ അഴിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. വലിയ ബന്ധനങ്ങൾ വഴിമാറുന്ന ആനന്ദ തൈലത്തിന്റെ പ്രോഗ്രാം. നമ്മൾ ഇന്നെന്താ പഠിച്ചത്? 3ാമത്തെ പ്രോഗ്രാം എന്താണ്? വിഷയം എന്താണ്? ആനന്ദ തൈലമാണ് അഭിഷേകം. ആ ടൈറ്റിൽ എല്ലാവരും ഉറക്കെ പറഞ്ഞു ഒരു വട്ടം കൂടെ. അതെന്തിനു വേണ്ടിയാണ്?
ദുഃഖങ്ങളിൽ ഒരു സ്തോത്രം പറയാം അല്ലേ? എന്തിനു വേണ്ടിയാണ്? ദുഃഖങ്ങളിൽ. ഞാൻ പറഞ്ഞ അവിടെ നിർത്തട്ടെ. ചോദ്യം ഇതാണ്, യേശുവിനാണ് ഈ അഭിഷേകമെങ്കിൽ യേശുവിനെ ഈ വലിയ ആനന്ദ തൈല അഭിഷേകം നീഡാണോ എന്നാണ് ചോദ്യം. ഉത്തരം പറയാം. എടുത്താട്ടെ, ഐഷ്യ ചാപ്റ്റർ 53 വായിക്കാം. 53-ാം അധ്യായം. യെശയ്യാവ് 53 വായിച്ചോളൂ മോളെ. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? അതെ. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെ. ഒരു മിനിറ്റ് മോളെ. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടി? പിന്നെ വായിച്ചെന്താ? അവൻ ഇളയ അവൻ. അപ്പൊ യഹോവയുടെ ഭുജം അവനാണോ? സ്തോത്രം. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 16 കൊല്ലം എടുത്ത് ഇത് എഴുതാൻ. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം കൂടെ. ഓരോ സമയത്ത് റിസർച്ച് ചെയ്യുന്നത്. ബിന്ദു മോളെന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ വീട്ടിൽ അവളുടെ ഹസ്ബൻഡ് കൊണ്ടാക്കും. നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ 2 ദിവസം കൊണ്ടാണ്, ഒരാഴ്ചയിൽ 2 ദിവസം ഫുള്ള് റിസർച്ച് ചെയ്യാണ്. സ്തോത്രം. ഇതിനകത്ത് ഞാൻ വിശദാംശം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു കുറിപ്പോട് പറയട്ടെ. യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ 332 അതിലൊരു പ്രവചനമാണിത്. അത് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം എടുത്താൽ ഇത് യേശുവിനെ കുറിച്ചാണ് തെളിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വായിക്കാം. അവൻ മുതൽ വായിച്ച മോളെ. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അടുത്തത്, അവന് രൂപഗുണമില്ല, കോമളത്വവും ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അടുത്തത്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും. അവൻ മനുഷ്യരാൽ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. മനുഷ്യരാൽ നിന്ന. ഉറക്കെ പറഞ്ഞ മനുഷ്യരാൽ നിന്ന. കഴിഞ്ഞിട്ടില്ല. ത്യജിക്കപ്പെട്ടവൻ. അടുത്തത്, വ്യസനപാത്രമായും. എനിക്ക് അതാ പിടികിട്ടാത്തത്. അതിന് ഇംഗ്ലീഷ് നോക്കണം. മെക്കോബ് എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം സോറോസ്, മാൻ ഓഫ് സോറോസ്, ദുഃഖങ്ങളുടെ മനുഷ്യനാണ്. കാൽവറിയിൽ യേശു കയറിയപ്പോൾ ആദാം മുതൽ ഭൂമി കത്തിയെരിയുന്നത് വരെയുള്ള സകല മാനവജാതിയുടെയും പാപം അവന്റെ മേൽ ചുമത്തി, പാപങ്ങൾ അവന്റെ മേൽ ചുമത്തി, രോഗങ്ങൾ അവന്റെ മേൽ ചുമത്തി, വേദനകൾ അവന്റെ മേൽ ചുമത്തി. അവൻ പരമ ദുഃഖിതനായി. എന്നാൽ അതിനെ തരണം ചെയ്യാൻ, അതിനെ ഓവർകം ചെയ്യാൻ എന്റെ ദൈവം പുത്രന് കൊടുത്തത് ആനന്ദതൈലമാണെങ്കിൽ, എന്റെ കർത്താവ് ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്ത് ചരിത്രത്തിൽ വ്യത്യസ്തനാക്കി തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നിച്ച് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചൊന്ന് ആരാധിച്ചാൽ. സന്തോഷമുള്ളവരെല്ലാം പറ, ആനന്ദ തൈലം കൊണ്ട് ചരിത്രത്തിൽ എന്നെ വ്യത്യസ്തനാക്കുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. യെസ്, ഹല്ലേലൂയ. ഞാൻ വിശ്രമിച്ചത് ഞാൻ പറഞ്ഞല്ലോ. MB സന്തോഷ്, ബിന്ദു സന്തോഷ് എന്ന് പറഞ്ഞ വീട്ടിലാണ്. അവർക്ക് മക്കളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 73 വയസ്സ് ചെറുപ്പക്കാരൻ അവിടെ മകനായിട്ട് ചെല്ലുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അവർ രണ്ടുപേരും എൻ്റെ വിദ്യാർത്ഥികളാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റോറിലാണ് അത് ഞാൻ താമസിക്കുന്നത്. ആ റൂമിൽ കയറി വരുന്ന സമയത്ത് ഞാൻ കിടക്കുന്ന കട്ടിൽ കാണാം. കേരളത്തിലെ അറിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് എന്നെ കാണാൻ കയറി വരിക. കണ്ട വശം അച്ചായോ എന്ന് പറഞ്ഞ് നിലപിടിച്ചിട്ട് കയറി വരുന്നത്. ചുണ്ടുകൂടി കിടക്കല്ലേ. ആഴ്ചയിൽ എന്നെ കണ്ടിട്ടില്ല അങ്ങനെ. ഞാൻ പറഞ്ഞിരിക്കും ചിരിച്ചോണ്ട്. അദ്ദേഹം കരഞ്ഞ് കണ്ണുനീരൊഴുക്കിയിട്ട് വന്നിട്ട് അച്ചായെന്ന് വിളിച്ചിട്ട് പറയും. ഞാൻ പറഞ്ഞു ഇരിക്കും ഇവിടെ. എന്നെ ഈ വീട്ടിലെ നാഥനായ സന്തോഷ് ഞാനിവിടെ ക്ലാസ്സിന് വേണ്ടി കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെരിഞ്ഞു പോകുന്ന പോലെ തോന്നി, വീഴുന്ന പോലെ തോന്നി. ഓടി വന്ന് എന്നെ എടുത്ത് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി വേറെ പെട്ടെന്ന് എന്നെ യൂണിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി. അവിടുത്തെ വർമ്മ ഡോക്ടർ പറഞ്ഞു, സർ ദിസ് ഈസ് തലാമിക് ബ്ലീഡിങ് യുനോ. ഞാൻ പറഞ്ഞു യെസ്. MBBSൻ്റെ ഒരു ചെറിയ ടെക്സ്റ്റ് ഉണ്ടല്ലോ, 1114 പേജുള്ള ഫിസിയോളജി. ഞാൻ ഉപദേശിയാണ് കേട്ടോ, ഞാൻ ഡോക്ടറൊന്നുമല്ല, തെറ്റിദ്ധരിക്കല്ലേ. വെറുതെ 2 വട്ടം വായിച്ചു. ഇതുവരെ ഒന്നും തലയിൽ കയറിയിട്ടില്ല. എങ്കിലും
തെലാമിക് ബ്രീഡിങ്ങിൻ്റെ അനന്തരഫലം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു അതിനോ പറയാൻ പറ്റില്ല, എങ്കിലും പറഞ്ഞു. അത്രയ്ക്ക് പ്രതിസന്ധിയാണത്. പക്ഷെ എൻ്റെ മുഖത്തത് കാണാനില്ല. അദ്ദേഹം ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് പറഞ്ഞു ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അതേ കാറിൽ എന്നെ കയറ്റിക്കൊണ്ടുപോ. ആ കാറിൽ 4 പേരാ. ഫ്രീസലോ ശിഷ്യന്മാരാണ് അവർ. ഞാൻ അവരോടൊരു വാചകം പറഞ്ഞു, അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഒരു വെളിപ്പാട് പുസ്തകമായിട്ട് പുറത്തു വരുള്ളൂ. ഒരു സ്തോത്രം പറയാൻ എത്ര പേർക്ക് പറ്റും? കഷ്ടതയിലേക്ക് ലോകം നിന്നെ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ ആനന്ദ തൈലം നിന്റെ ശിരകളിൽ ഓടിയാൽ ഉറക്കെ പറ, മറ്റൊരു വലിയ പ്രൊജക്റ്റുമായിട്ട് നീ പുറത്തു വരിക. ഉറപ്പുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ പറ്റും. ഒരു പ്രൊജക്റ്റുമായി പുറത്തു വരാൻ ഈ ആനന്ദ തൈലം എന്നെ അനുവദിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേര്? ഷൂഡാ ബാല 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 കന്ദ ജൈഡ ജാല ജാല റംബൽ കൗണ്ട ബടബൽ കടക ദൈഡാ ജാന ദീപല കന്ദല ബൗഡല ബടബൽ കടകൽ കടക റൈഡേ ജൂഡ ഹത്തൽ ഗൈഡ. ഞാനത് വിശ്വസിക്കുന്നു. ഐ ബിലീവ്. ഷാർജയിലെ ഫിലദൽഫിയ ഏജിക്കാര് എല്ലാ ബുധനാഴ്ചയും സൂം വഴി ഒരു ക്ലാസ് എടുക്കാൻ എന്നോട് പറഞ്ഞു. ഇപ്പം നടത്തുകൊണ്ട് 7ാമത്തെ ക്ലാസ് കഴിഞ്ഞു. അത് യൂട്യൂബിലിടുകയാണ്. എൻ്റെ റെക്കോർഡിംഗ് റൂമിലിരുന്നാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എൻ്റെ റെക്കോർഡിംഗ് റൂമിൽ തന്നെ അത് എഡിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് അത് യൂട്യൂബിൽ കയറ്റുന്നത്. ഞാൻ റെനീഷ് കൂടിയാണ്. നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് വേണമെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ മതി. ഒരു കാര്യം പറയാനാ, നിത്യത മുതൽ നിത്യത വരെയുള്ള വെളിപ്പാടാണ് ആ പഠിപ്പിക്കുന്നത്. സ്തോത്രം. 73 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന് ഇന്ന് 7-10 വയസ്സല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ഇത്രയും പരിപാടി ദൈവം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും ചെയ്യിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ആ പ്രസിഡന്റ് നെഞ്ചത്ത് കൈവച്ച് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, അച്ചായ കിടന്നുപോയില്ല, ഇനി എന്ന് എഴുന്നേൽക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നു. എന്നെക്കാൾ എത്രയോ ചെറുപ്പക്കാരനാണ് അത് ശുശ്രൂഷിക്കാൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവിടെ പോയി ഏകദേശം 35 മിനിറ്റ് പ്രസംഗിച്ചു. ഇപ്പോഴും ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. തീർന്നിട്ടില്ല പലരുടെയും കഥ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആ ഉറപ്പുള്ളവർ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ? എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ കഥ തീർന്നിട്ടില്ല, എൻ്റെ ദുഃഖങ്ങളിൽ എൻ്റെ കഥ തീർന്നിട്ടില്ല. എൻ്റെ ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് ആനന്ദ തൈലം വഴി ലോകം അനുഭവിക്കാൻ പോകുകയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ഇന്ന് ഈ തിരുവഴുത്തിൻ്റെ മുമ്പിൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്കൊരു വിടുതലുണ്ട്, എൻ്റെ കുടുംബത്തിനൊരു വിടുതലുണ്ട്. ആദ്യം ആത്മികമായ വിടുതലാണ് ആഗ്രഹിക്കേണ്ടത്. സ്പിരിച്വൽ ഡെലിവറൻസ് ആണ് ആദ്യം ആഗ്രഹിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം മെൻ്റൽ ഡെലിവറൻസ്, അത് കഴിഞ്ഞിട്ട് വേണം ഫിസിക്കൽ ഡെലിവറൻസ്. ആത്മികമായ വിടുതൽ, മാനസികമായ വിടുതൽ, ഒടുവിൽ പറഞ്ഞാൽ മതി ശാരീരിക വിടുതൽ. ഇതിൻ്റെ ക്രമത്തിൽ എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൂത് പറയുമ്പോൾ തന്നെ ഞാൻ ഉറക്കെ പറയട്ടെ, ദൈവം ചില കെട്ടുകൾ ഇവിടെ അഴിച്ചിരിക്കും. ഉറപ്പ്. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാൻ പറ്റുമോ? ചില ബന്ധനങ്ങൾ അഴിച്ചിരിക്കും. അയൽവാസികൾക്ക് വായിക്കാൻ പറ്റിയ ബന്ധനങ്ങൾ അഴിഞ്ഞത് കാണാൻ, നാട്ടുകാർക്ക് വായിക്കാൻ പറ്റിയ നിലയിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു കാണാൻ ആനന്ദ തൈലം നിനക്ക് അവസരം തന്നിരിക്കുകയാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഷുഡാ ബാല 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 ഹംദ ജാല റംബൽ പ്രൗഢ ബടബൽ കടക ദൈഡ ജാല. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച. ശക്തമായി ദൈവത്തോട് അടുത്ത് ചെന്ന് പറ, യേസ് ഞങ്ങൾ വരുന്നപ്പ. സങ്കടത്തിന്റെ ശക്തിയാണ് ഞാൻ ഇവിടെ പറഞ്ഞ ശക്തി. പക്ഷെ വലിയ പ്രൊജക്റ്റുകൾ പുറത്തു വരും. ഞാൻ ഇപ്പോഴും പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിത്യത വന്ന് നിത്യത വരെ എന്നുള്ള ഒരു പുസ്തകം കൂടെ എഴുതിക്കൊണ്ടിരിക്കുക. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ തിയോക്രാറ്റിക്കിൻ്റെ ഒരു പുസ്തകം എഴുതി 364 പേജുള്ളത്. ഏറിയ സന്തോഷത്തോടെ പറയുകയാണ്, കഷ്ടം നോക്കിയിരുന്ന് നഷ്ടം നോക്കിയിരുന്ന് ഇഷ്ടനായ ക്രിസ്തുവിൽ നിന്ന് അകലാൻ പിശാച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ യേശു പറയുകയാണ്, എൻ്റെ പൊന്നുമോനെ, പിതാവായ ദൈവം നിനക്ക് ആനന്ദ തൈലം അഭിഷേകം തന്ന്
ഈ വലിയ ചങ്ങലയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ് എന്നാണ് ദൈവത്തിന് പറയാനുള്ളത്, യേശുവിനും പറയാനുള്ളത്, പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്. ഈ വചനം വിശ്വസിക്കുന്നവർ മാത്രം ഒരു കരം ഉയർത്തിപ്പിടിച്ചാട്ട്, ഒരു കരം ഉയർത്തിപ്പിടിച്ചാട്ട്. ഞാൻ വീണ്ടും പാസ്റ്റർ മാത്യുവിനെ വിളിക്കുകയാണ്. അധ്യക്ഷനായ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വാതിലുകൾ തുറക്കുക. ഒരു വാക്കോടെ പറയട്ടെ, ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്റർ എൻ്റെ ദൈവം തുറക്കുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ മാത്രം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. God will open a new chapter in my home, in my body, in my mind, in my spiritual realm. ഉറപ്പുള്ളവരെല്ലാം കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാസ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പിതാവേ, ഈ കരമുയർത്തി ഞങ്ങളുടെ ജനത്തിനായി സ്തോത്രം. വചനം അതിന്റെ ശക്തിയോടെ ഈ ജീവിതങ്ങളിൽ, ഇവരുടെ ജീവിതത്തിന്റെ സകല തലങ്ങളിലും നിവർത്തിയാകട്ടെ. വിശ്വസിപ്പാനുള്ള ദൈവകൃപ ഈ ജനത്തിന്റെ മേൽ വ്യാപരിപ്പെട്ട് സ്വീകരിപ്പാനുള്ള ഹൃദയവിശാലതയും ആത്മാവിന്റെ ഒരുക്കവും ഞങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഇന്നുവരെ ജീവിതത്തിനെതിരെ വെല്ലുവിളിക്കുന്ന സകല ദുഃഖങ്ങളും ഈ ആനന്ദ തൈലത്തിന്റെ അഭിഷേകത്താൽ മറികടക്കാനുള്ള ദൈവകൃപയുടെ ഒരു വലിയ വ്യാപാരം ഈ ജനത്തിന്റെ മേൽ അവിടെ നയിക്കുന്നത് കൊണ്ട് നന്ദി കർത്താവേ. ഇപ്പോൾ അത് സംഭവിക്കുന്നത് കൊണ്ട്, നാമത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ഞാൻ വീണ്ടും എബ്രായ ലേഖനം 1:8 നിങ്ങളെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് എടുത്തേൻ. എബ്രായ ലേഖനം 1:8. മോളെ നിർത്തി വായിച്ചോളൂ. ഹൈവേ കുറച്ച് അപ്പുറത്താണ്, ഇത് രണ്ടായി തിരിഞ്ഞ വഴിയാണ്. നിർത്തി വായിച്ചോളൂ. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അടുത്തത്, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ. ഒരു ക്ലോസ് അവിടെ കാണാം. എന്താണ് ക്ലോസ്? നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. ഒന്ന് പറഞ്ഞെല്ലാവരും, നീ നീതിയെ ഇഷ്ടപ്പെടുക, ദുഷ്ടതയെ ദ്വേഷിക്കുക. ഇത് രണ്ടും ചെയ്താൽ ആനന്ദ തൈലം ഒരു പുതിയ വാതിൽ തുറക്കുകയാണ്. ആമേൻ, ആമേൻ. ആ രണ്ട് ഭാഗം നമുക്ക് ഒന്നിച്ചെന്ന് പറയാം. ഒന്ന് പറഞ്ഞെല്ലാവരും, നീ നീതിയെ ഇഷ്ടപ്പെടുകയും. എന്താ നീതി എന്ന് പറയുന്നത്? ആവർത്തന പുസ്തകത്തിലാണ് പഴയ നിയമത്തിലെ നീതിയുടെ ഡെഫിനിഷൻ കിടക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലാണ് പുതിയ നിയമത്തിന്റെ നീതിയുടെ ഡെഫിനിഷൻ കിടക്കുന്നത്. ഒറ്റ വാക്ക് പറയട്ടെ, കൽപ്പനയുടെ ആചരണമാണ് നീതി. ഒന്ന് പറഞ്ഞ മോനെ, കൽപ്പനയുടെ ആചരണമാണ് നീതി. അത് ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്? മഹാരാജാവിന്റെ ദിവ്യ കൽപ്പനയുടെ ആചരണം എന്റെ ഇഷ്ടമാണെന്ന് പറയാൻ ഹൃദയത്തിൽ അനുവാദമുണ്ടോ? സാധിക്കുന്നുണ്ടോ? അവിടെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത്. ഹല്ലേലൂയ. ഒരു ഇലക്ഷൻ കഴിഞ്ഞു. ഒരു പത്രത്തിന്റെ പത്രാധിപരുടെ ഭാര്യയെ ഞാൻ സ്ഥാനപ്പെടുത്തിയതാണ്. അദ്ദേഹമുണ്ട്, അദ്ദേഹം അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു. ഇങ്ങോട്ട് നോക്കണം കേട്ടോ. വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു വീട്ടിൽ നിൽക്കുകയാണ്. ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു. ഇനി എന്നോട് ചോദിക്കരുത്, പാസ്റ്റർക്കൊക്കെ അടുത്തറിയുന്ന ആളാണ്. നിങ്ങൾക്കും സ്വോത്രം, കേരള പെന്തക്കോസ്തുകാർക്കൊക്കെ അടുത്തറിയുന്ന ഒരാളാണ്. അദ്ദേഹം കരയുന്ന ശബ്ദം കേൾക്കുന്നേ കേട്ടില്ല ഇവിടെ ആരും. അപ്പം ഞാൻ ചോദിച്ചു, പൊന്നുമോനെ എവിടുന്ന് കേൾക്കുന്നത്? ഇന്നാരുടെ വീട്ടിലായിരിക്കുന്നത്. എന്ത് പറ്റി? എലക്ഷനിൽ തോറ്റു എന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ല? എലക്ഷനിൽ തോറ്റൂന്ന്. എൻ്റെ പൊന്നു മക്കളെ, ആനന്ദ തൈലത്തിൻ്റെ റിഫ്ലക്ഷൻ, മാനിഫെസ്റ്റേഷൻ, അതിൻ്റെ തിളക്കവും പ്രദർശനവും ആ വീട്ടിൽ ഒരു തരിയുണ്ടോ? നിന്റെ വീട്ടിലുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ഒന്നോടെ ഞാൻ പറയുകയാണ്, ആനന്ദ തൈലത്തിൻ്റെ തിളക്കവും പ്രദർശനവും ഒരു തരി വീട്ടിലുള്ളവർ എത്ര പേരുണ്ട്? നിങ്ങൾ മൗനം പാലിക്കുന്ന കണ്ടപ്പോൾ
കൃത്യമായി കല്യാണത്തിൽ നിങ്ങൾ ഇരിക്കുന്ന പോലെ എന്ന് ഞാൻ മനസ്സിലായി. നമുക്കിന്ന് അതിന് ഉത്തരം കണ്ടെത്തണം. എൻ്റെ വീട്ടിൽ ആനന്ദ തൈലത്തിൻ്റെ തിളക്കമുണ്ടോ? അതിൻ്റെ പ്രദർശനമുണ്ടോ? ഹാവ് എനി മാനിഫെസ്റ്റേഷൻ? അതുണ്ടാകണം എന്ന് നിർബന്ധമുള്ളവർ എത്ര പേരുണ്ട്? ഉണ്ടാകണം എന്ന് നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതുണ്ടാകണം. ഇവിടെ അമ്മച്ചിമാർ രണ്ടുപേരും ഇരിപ്പുണ്ട്. മുഖം കണ്ടിട്ട് എന്നെക്കാളും പ്രായം തോന്നിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മുഖത്ത് ചിരി കാണുമ്പോൾ എന്നെക്കാളും പ്രായം കുറവാണ്. 12 വിധ വേദനകൾ അനുഭവിക്കുന്ന 2 അമ്മച്ചിമാരാന്ന് വിചാരിക്കാതെ. 12 വിധ വേദനകൾ. നിങ്ങൾ എൻ്റെ കൂടെ വരണം. 26 ബന്ധനമാണ് ബൈബിളിലുള്ളത്. ഞാൻ ബൈബിൾ അനുസരിച്ച് പറയുന്നതെല്ലാം. അതിലൊരു ബന്ധനം ഒഴുകി 25 ബന്ധനവും യേശു അഴിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. എൻ്റെ കൂടെ വരണേ. അപ്പം അതൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാണ്. 12 വേദന അവിടെ അമ്മച്ചിയുടെ പേരെന്താ? ലീലാമ്മ. വെരി ഗുഡ്. ഈ അമ്മച്ചിയുടെ പേരോ? അമ്മണി എൻ്റെ പെങ്ങളാ. സ്തോത്രം. ലീലാമ്മ എൻ്റെ ഉറ്റ സ്നേഹിതൻ്റെ ഭാര്യയാണ്. അപ്പം 2 പേരും പേര് ഓർക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അപ്പം അമ്മണി അമ്മച്ചിക്കും ലീലാമ്മ അമ്മച്ചിക്കും ഞാൻ അമ്മച്ചിന്ന് വിളിക്കുന്നുണ്ട്. വിഷമമൊന്നുമില്ലല്ലോ. ഒട്ടും വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. 12 വിധ കഷ്ടങ്ങൾ അവർ വീട്ടിൽ കയറി കസേരയിലിരുന്ന് പറയുക, ഇറങ്ങിപ്പോവില്ല. യേശുവിൻ്റെ നാമത്തിൽ പാസ്റ്റർ കോരുത് മാത്യു കൽപ്പിച്ചാൽ പോലും ഇറങ്ങിപ്പോകില്ല. പറയുകയാണ്. ഇനി KOT വന്ന് കൽപ്പിച്ചാലും ഇറങ്ങിപ്പോവില്ല. നമ്മുടെ പ്രസ്പിറ്റർ വന്ന് കൽപ്പിച്ചാലും ഇറങ്ങിപ്പോകില്ല. വാദിച്ചുകൊണ്ടിരിക്കുക. ആ ടൈമിൽ ഈ വാക്യം കേൾക്കുന്നത്. ഏത് വാക്യം? ആനന്ദ തൈലം. ദുഃഖിതർക്ക് വേണ്ടി ആനന്ദ തൈലം. ഇത് കേട്ടപ്പോൾ അമ്മണിയമ്മച്ചിയും ലീലാമ്മച്ചിയും ഈ വാക്യം പിടിച്ചോണ്ട് ആ നൃത്തം വെക്കുന്ന കഷ്ടങ്ങളുടെ കസേരയിൽ ഇരുന്ന് പറഞ്ഞു, പോടാ ചെറുക്ക. ഫേസ് കേട്ടില്ല. പോടാ ചെറുക്ക, നീ കിടന്ന് വെല്ലുവിളിക്കുന്നൊന്നും വിഷയമല്ല. ഇത്ര വലിയ 12 കഷ്ടങ്ങൾ നൃത്തം വെക്കുമ്പോൾ ആനന്ദ തൈലം അതിലിരുന്ന് നൃത്തം വെക്കാൻ എന്നെ അനുവദിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഈ വിലപ്പെട്ട അറിവുള്ളവർ കൈകളൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറയണം. ശക്തമായൊരു ഹല്ലേലൂയ പറയണം. യഹൂദ മതം അതിൻ്റെ നിലയിൽ വലിയ തോതിൽ ആക്രമിക്കുന്നു. പരീക്ഷരെ ആക്രമിക്കുന്നു, അല്ലെ സാധുക്കരെ ആക്രമിക്കുന്നു, നാട്ടുകാരാക്രമിക്കുന്നു, റോമൻ ഗവൺമെന്റ് തന്നെ എല്ലാ ലെവലിലും ആക്രമിക്കുന്നു. ഈ അക്രമം എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഡോണ്ട് വറി. പിതാവ് പുത്രനോട് പറയുക, ഞാൻ നിന്നെ ദുഃഖത്തിൽ ആനന്ദ തൈലം കൊണ്ട് നിറച്ചിരിക്കുക. കാൽവറിയിലെ കനത്ത വേദനയിൽ, കാൽവറിയിലെ തീവ്രമായ ദുഃഖത്തിൽ, പ്രതിസന്ധിയില്ലെന്ന് ലോകം പറയുന്ന ദുഃഖത്തിൽ കുഴിച്ചിട്ടാൽ പോലും 3-ാം ദിവസമാകുമ്പോൾ 5 വിധ കെട്ടുകൾ അഴിഞ്ഞ് പുറത്തു വരുന്നവനാണ് യേശു. എത്ര പേർക്ക് പറയാൻ പറ്റും? മാനസികമായി നിന്നെ പീഡിപ്പിച്ച് ചെറുതാക്കിക്കൊണ്ടിരിക്കുന്ന അയൽവാസിയാകട്ടെ, വിശ്വാസിയാകട്ടെ, നമ്മുടെ ചർച്ചിലെ നേതാക്കന്മാരാകട്ടെ, ഉറക്കെ പറയണം, അവരെ നോക്കിയിരിക്കാൻ എനിക്ക് നേരമില്ല. കാൽവറിയിൽ ആനന്ദ തൈലത്താൽ വിജയാഘോഷം കൊണ്ടാടിയ എന്റെ യേശുവിനെ ഉണ്ട്. അവനെ നോക്കി ഞാൻ ആനന്ദിക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. I will enjoy with him. Ramdal Croundala Bagada Bagada Bagadash, Pramdal Kanda Janaga Jagada, Raidivi Kamdal Pride, Udabalaba Chaidavanaga, വിശ്വസിക്കുന്ന ഉറക്കപ്പറ, ഞാൻ യേശുവിനെ കൂടി ആനന്ദിക്കും. ഇവിടുത്തെ ഒരു വലിയ ഗ്രൗണ്ടിൽ കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഈ ഡിസ്ട്രിക്റ്റ് അറിയുന്ന, കേരളം അറിയുന്ന ഒരു IPS-കാരൻ, ഇനി അധികം പറഞ്ഞ് നിങ്ങളൊക്കെ അറിയും, കാരണം പത്രത്തിലൊക്കെ വായിച്ചതാണ്.
വിയിലൊക്കെ കണ്ടത് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക വേഷമെല്ലാം മാറ്റി ഒരു ടീഷർട്ടും ഒരു പാൻറ്റും ഒക്കെ ഇട്ട് വന്നിരിക്കുക, അറിയാതിരിക്കാൻ. നമ്മുടെ മാർഗത്തിൽപ്പെട്ടവനല്ല എന്ന് മാത്രം തൽക്കാലം പറയട്ടെ. നിയമപരമായി പ്രാർത്ഥനയ്ക്ക് ജനം വന്ന് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ അതിൻ്റെ പുറകിൽ നിൽക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പത്രത്തിൽ വാർത്ത വന്ന പാസ്റ്റർ അത്ര കനത്ത പ്രതിസന്ധിയിലാണ്, തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പേര് പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ പേര് പറയാതിരിക്കുക. എൻ്റെ ചോദ്യം, കുടിലിൽ കിടക്കുന്ന നിന്നെയും കൊട്ടാരത്തിൽ കിടക്കുന്ന അവനെയും ദുഃഖങ്ങളുടെ മീതെ ആനന്ദ തൈലം തന്ന് ബന്ധനമഴിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നവനാണ് ക്രിസ്തു എന്ന്, കഴിയുന്നവനാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എൻ്റെ ചോദ്യം. ഒരു വാക്ക് ദൈവത്തോട് നന്ദി പറയാൻ എത്ര പേർക്ക് കഴിയും? ഈ ദൂത് എന്നോട് ദൈവം ഇടപെട്ടു എന്ന് ബോധ്യമുള്ളവർ മാത്രം, ദൈവം ഇടപെട്ടു എന്ന് ബോധ്യമുള്ളവർ മാത്രം ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഒന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഞാനും പാസ്റ്റർ ഒന്നിച്ച് നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കമോൺ പാസ്റ്റർ. കണ്ണുകളടച്ച് എല്ലാവരും ധ്യാനിച്ചാട്ടെ. എൻ്റെ കഷ്ടതയുടെ ഇടയിൽ ആനന്ദ തൈലം നിന്ന പിതാവിൻ്റെ പുത്രൻ, ആനന്ദതൈലം അനുഭവിക്കുന്ന പിതാവിൻ്റെ പുത്രൻ ആ കസേരയുടെ നടുവിൽ ഇരിപ്പുണ്ട്, എന്നിലിരിപ്പുണ്ട്, എനിക്ക് ചുറ്റുമുണ്ട്. ആനന്ദ തൈലം എൻ്റെ വീട്ടിൽ എന്നെ തിളങ്ങുവാൻ, വിളങ്ങുവാൻ, പ്രദർശനമാക്കുവാൻ ഇതാ തുടങ്ങുകയാണ് എന്നുറപ്പുള്ളവർ പറ. ഉറപ്പുള്ളവർ പറ. പ്ലാമൂട് AG ചർച്ചിൽ ഇന്ന് വന്നിട്ടുള്ള ആരോട് ഞാൻ തുറന്നു പറയുകയാണ്, അടക്കാൻ കഴിയാത്ത ആനന്ദവുമായി നീ പുറത്തേക്ക് വരുന്ന ദിവസമാണ് ഇന്ന് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അടക്കാൻ കഴിയാത്ത ആനന്ദവുമായി നീ പുറത്തു വരുമെന്ന് പറയാൻ ഉറപ്പുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ. കരമടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, കരമടിച്ച് ആരാധിക്കാം, മതിമറന്ന് ആരാധിക്കാം. കഷ്ടങ്ങൾ നിന്റെ കസേരയിൽ ഇതാ നിരന്നു നിൽക്കുക. ഈലാമ്മച്ചിയുടെ, അമ്മണിയമ്മച്ചിയുടെ കസേരകളിൽ 12 നിരന്നിരിക്കുക. അതിന്റെ മധ്യത്തിൽ അമ്മണിയമ്മച്ചിയെ വിളിച്ച്, ഈലാമ്മച്ചിയെ വിളിച്ച് പറ, മോളെ ഞാൻ നിന്റെ കഷ്ടതയുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആനന്ദ തൈലം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ആനന്ദതയിലെ പുതിയ ചാപ്റ്റർ തുറക്കുകയാണ്. ആനന്ദതയിലെ ഒരു പുതിയ വാതിൽ തുറക്കുകയാണ്. വലിയ ബന്ധനങ്ങൾ നോക്കി നിൽക്കുന്ന ഗവൺമെന്റ് പറയുന്നു, നോക്കി നിൽക്കുന്ന അയൽവാസികൾ പറയുന്നു, എതിരാളികൾ പറയുന്നു, ഇത് തീരില്ല. ആനന്ദതൈലം പറയുക, ആ കഷ്ടങ്ങളുടെ ഇടയിൽ ഇരുന്ന് നൃത്തം വയ്ക്കാൻ യേശു നിനക്ക് അവസരം തരികയാണ്.